कहीं नहीं जा सकता, वो मेरा इंतजार कर रहा था। क्या हुआ इस बीच? 11 बजे तक तो मुझसे बात हुई। Right now, the only priority is bring back Najib before manhandling Najib. Who did they take permission from? Where is the action of them? Look at this. Look at their attitude. ये लोग किस तरह से खींच रहे हैं? നടന്നിരിക്കുന്ന വിഷയം ആരംഭിക്കുന്നത് മാഹിമാണ്ടോയ് ഹോസ്റ്റലിലെ ഹോസ്റ്റൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ABVP അവരുടെ ഒരു പാനൽ അവിടെ അവതരിപ്പിക്കുകയും ഈ പാനലിന് വേണ്ടി അവരവിടെ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പയിൻ കൃത്യമായിട്ട് പോകുന്ന ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ക്യാമ്പയിൻ ചെയ്യുന്ന. മനഃപൂർവ്വം ആരോ നജീബിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന നജീബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇവരുടെ കയ്യിൽ രാഖി കെട്ടി ഇതിനെ ചോദ്യം ചെയ്ത് ഇവരെ മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയുന്ന നുണപ്രചരണങ്ങളാണ് ഇവർ ക്യാമ്പസിൽ അഴിച്ചുവിടുന്നത്. കാരണം നജീബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി വളരെ പുതിയൊരു വിദ്യാർത്ഥിയാണ്. അവൻ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരാവശ്യവും നജീബിന് പേഴ്സണലില്ല. പുരോഗമന സർവകലാശാല എന്നാണ് JNU വിലയിരുത്തപ്പെടുന്നത്. സർവകലാശാലയുടെ മുഖമുദ്ര തന്നെ മതനിരപേക്ഷതയായാണ് എല്ലാ കാലത്തും ഉയർത്തിക്കാണിച്ചിട്ടുള്ളത്. 2014 മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ അതുവരെ പത്തിതാഴ്ത്തിയിരുന്ന സംഘപരിവാർ വിധേയത്വം സർവകലാശാല അധികൃതരും പുറത്തെടുത്തു. പിന്നീട് സർവകലാശാലയിലുണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്ക് പിന്നിലും സംഘപരിവാറിന്റെ ഗൂഢാലോചന വ്യക്തമായിരുന്നു. നിലവിൽ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയുടെ തിരോധാനത്തോടെയാണ് സംഘപരിവാർ സംഘടനകൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്. മുസ്ലിം പേരുള്ളവർ ഇന്ത്യയിലെ മറ്റു പലയിടത്തുമെന്നതുപോലെ JNUവിലും അപരവൽക്കരണം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അഫ്സൽ ഗുരു അനുസ്മരണവും നജീബിന്റെ തിരോധാനവും വരെയുള്ള സംഭവങ്ങൾ ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു. ഫെബ്രുവരി 9 അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ നടന്ന പരിപാടിയിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസിൽ ഉയർന്നുവെന്നാരോപിച്ച് JNUവിൽ നടന്ന സംഭവ പരമ്പരകളും പ്രതിഷേധാരവങ്ങളും കെട്ടടങ്ങും മുൻപേ ഒരിക്കൽ കൂടി ക്യാമ്പസ് പ്രക്ഷുബ്ധമാവുകയാണ്. നജീബ് അഹമ്മദ് എന്ന MSc 1ാം വർഷ വിദ്യാർത്ഥിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണിപ്പോൾ. JNUവിന്റെ പുരോഗമന ക്യാമ്പസിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി അപരത്വം അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ഓരോ നിമിഷവും പരസ്യപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? രാജ്യദ്രോഹികളുടെ കൂടാരമാണ് JNU എന്നും പാക് ഭീകരവാദികളുമായി ബന്ധമുള്ളവരാണ് അതിനകത്തുള്ളവരെന്നും വിദ്യാർത്ഥിനികൾ വേശ്യകളാണെന്നും വിശേഷിപ്പിച്ച സംഘപരിവാർ സംഘടനകൾ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ആശയങ്ങളുമായി വീണ്ടും ക്യാമ്പസിൽ തല ഉയർത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയും MSc ബയോടെക്നോളജി ആദ്യവർഷ വിദ്യാർത്ഥിയുമായ നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയുടെ തിരോധാനം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒക്ടോബർ 14 വൈകുന്നേരമാണ് സംഭവങ്ങളുടെ തുടക്കം. ഹോസ്റ്റൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ABVP പ്രവർത്തകരും നജീബും തമ്മിലുണ്ടായ വാക്കുതർക്കവും അതിനുശേഷമുണ്ടായ സംഘർഷവുമാണ് നജീബിനെ അപ്രത്യക്ഷനാക്കിയത്.
मैं नजीब के पास गया पूछने के लिए कि आप व्हाई डिड यू बीट हिम। उसने कहा कि कुछ नहीं कहा उसने, वो साइलेंट है एंड ही वॉज ब्लीडिंग फ्रॉम हिज लिप्स। उसकी आंखें लाल थी, उसका एक चेहरा लाल था एक तरफ का। मैंने देखा ही वॉज शॉक्ड एंड आई आस्क्ड हिम एटलीस्ट 4 टाइम्स, आपने क्यों मारा भैया, व्हाई डिड यू बीट सर, इन इंग्लिश इन हिंदी, सो दैट ही कैन रिप्लाई। उसने कुछ नहीं बोला। इतने में मैंने देखा कि उधर से एंट्रेंस की तरफ से 10-15 लोग गाली करते हुए और हल्ला करते हुए चले आ रहे हैं कि कौन मारेगा, क्या करेगा, देख लेंगे, मार देंगे, एटसेट्रा एटसेट्रा। तो fearing for his life, in front he was being beaten in front of the securities guard G4S, the senior warden of the hostel Sushil Kumar, the JNU-SU president Mohit Pandey and other resident of the hostel। और हम लोगों ने जो बचाया हमें भी मार पड़ी, including myself, मैंने भी मार खाया। സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. തർക്കത്തിന് ശേഷം ഹോസ്റ്റലിലുണ്ടായിരുന്ന നജീബിനെ അന്വേഷിച്ച് 15ലധികം ABVP പ്രവർത്തകർ എത്തി. നജീബിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ നജീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഉമ്മയെ വിളിച്ച് ഹോസ്റ്റലിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. തനിക്കിവിടെ തുടരാനാകില്ലെന്നും കൂട്ടിക്കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടു. അരമണിക്കൂറിനകം മാതാവും സഹോദരനും ഹോസ്റ്റലിലെത്തുമ്പോഴേക്കും നജീബിനെ കാണാതായിരുന്നു. നജീബിന്റെ മുറിയിൽ തുറന്നിരിക്കുന്ന നിലയിലായിരുന്നു ലാപ്ടോപ്പും മൊബൈലും. ഇവയൊക്കെയാണ് നജീബിനെ തട്ടിക്കൊണ്ടുപോയിരിക്കാമെന്ന സംശയത്തിലേക്ക് നയിച്ചത്. ABVP പ്രവർത്തകർ പറയുന്നത് തങ്ങളെ മർദ്ദിച്ച ശേഷം നജീബ് ക്യാമ്പസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ്. सबसे पहले मांग है कि नजीब अहमद को इस कैंपस में वापस लाया जाए। कभी कभी एक ऐसा भी बहुत बड़ा सवाल उठ रहा है कि आखिर ये नजीब हैं कहाँ। तो मेरे हिसाब से नजीब को जिस तरीके से ये लोग अपने यहाँ कैद करके रखे हैं, यह गृह मंत्रालय न जाके नजीब को बाहर करे। इसीलिए हमारे देश में हमारे इस छात्र का बहुत बड़ी विजय होगी। जिस तरीके से पूरे मुद्दे को एक हिंदू मुस्लिम और एक इसका एक कम्युनल रंग दे रहे हैं, इस पूरे मुद्दे को राजनीतिक कर रहे हैं, बहुत ही निंदनीय है। മർദ്ദനം ആരംഭിച്ചത് നജീബാണെന്നും കേസ് ബലപ്പെടുത്താൻ നജീബിനെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് ABVPയുടെ വാദം. തർക്കശേഷം വാർഡന്റെ റൂമിലെത്തി തയ്യാറാക്കിയ പരാതിയിൽ തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് നജീബ് രേഖപ്പെടുത്തിയതും ABVP തെളിവായി ഉയർത്തിക്കാണിക്കുന്നു. ഒരു സംഘം ആളുകൾ ഹോസ്റ്റൽ മുറിയിലെത്തി മർദ്ദിച്ച് അവശനാക്കിയിട്ട് സ്വന്തമായി പ്രതികരിക്കാനോ സഹായിക്കാൻ ആരെങ്കിലും ഇല്ലാതിരുന്ന നിസ്സഹായാവസ്ഥയിൽ നജീബ് ഒപ്പിട്ടു നൽകിയ ആ കടലാസു കഷ്ണം തന്നെയാണ് VCയെയും സ്വാധീനിച്ചത്. അതേസമയം നജീബിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി രേഖപ്പെടുത്തിയ ഹോസ്റ്റൽ വാർഡിന്റെ റിപ്പോർട്ടും VCയുടെ കണ്ണിൽപ്പെട്ടില്ല. ആ വഴിക്ക് ഒരന്വേഷണവും നീണ്ടില്ല. സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയെ കാണാതായി ദിവസങ്ങൾക്ക് ശേഷവും പോലീസിൽ പരാതിപ്പെടാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? നജീബിനെ മർദ്ദിച്ച ABVP പ്രവർത്തകരെ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നതാണോ അധികൃതരെ ഭയപ്പെടുത്തുന്നത്? നജീബിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബവും JNU വിദ്യാർത്ഥി യൂണിയനും നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആഗസ്റ്റ് മാസം സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥിയെ കാണാതായി ആഴ്ചകൾ പിന്നിട്ടിട്ടും സർവകലാശാല അധികൃതർ മൗനം പാലിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വിദ്യാർത്ഥിയുടെ സംരക്ഷിതത്വത്തിനും അവകാശങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ട സർവകലാശാല വിദ്യാർത്ഥിയെ കാണാതായതോ ക്യാമ്പസിൽ നടന്ന തർക്കമോ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. രോഹിത് വിമല വിഷയം ആളിക്കത്തവേ വിദ്യാർത്ഥി സമരത്തെ അവഗണിക്കുകയും ഭരണകൂട അജണ്ടകളെ ആവാഹിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ഹൈദരാബാദ് VC അപ്പറാവുവിന്റെയും FTII സമരത്തിൽ കാവി അജണ്ട നടപ്പിലാക്കിയതിനെ എതിർത്ത വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്ത പ്രശാന്ത് പത്രാബയുടെയും അതേ സമീപനം തന്നെയാണ് JNU VC ജഗദീഷ് കുമാറിനുമുള്ളത്. നജീബിനെ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ മാധ്യമങ്ങളെ കണ്ട VCയുടെ വാക്കുകളും ABVPയുടെ വാക്കുകളും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നജീബ് എവിടെയാണെങ്കിലും തിരികെ എത്തണമെന്ന പരാമർശത്തിലൂടെ നജീബ് സ്വയം ഓടിപ്പോവുകയോ ആരെങ്കിലും ഒളിപ്പിച്ചു വെക്കുകയോ ചെയ്തിരിക്കുകയാണ് എന്ന വേട്ടക്കാരുടെ ആരോപണത്തെ ശരിവെക്കുക തന്നെയാണ് VCയും ചെയ്തിരിക്കുന്നത്. Committee is investigating the whole incident. If anybody is found guilty, we have assured the agitating students that the guilty will be punished.
Definitely it's a part of this, and if you see in all these attacks, there's a clear pattern that is emerging, which is that the ABVP, the student wing of the RSS, has been deputed to do these kind of activities in different universities. We have seen this in HCU, we have seen this in JNU in the past, we are seeing this in JNU again, we have seen this in other universities as well. And what comes out very starkly from this incident as well as the incidents before this is that there is complete impunity that is given to the ABVP to carry out these attacks. I mean, there is a clear message that is sent out to the ABVP that you can do anything and everything in the universities. The university administration, the police, the government is all with you and nothing will happen to you. It's been 10 days since Najib has gone missing after he was brutally attacked by a mob of ABVP lumpens. Till now, there's been absolutely no action that has been taken against any one of them. So it shows it's a very disconcerting pattern that is emerging from different campuses in the country today. VC-യുടെ പ്രസ്താവനയും അധികൃതരുടെ നിസ്സംഗതയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വിദ്യാർത്ഥിയുടെ തിരോധാനത്തിൽ മൗനം പാലിച്ച കേന്ദ്ര സർക്കാർ VC-യെ വിദ്യാർത്ഥികൾ ഉപരോധിച്ചതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയെന്നതും ശ്രദ്ധേയമാണ്. കാണാതായ നജീബിനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതെ VC-യെ ഉപരോധിച്ചതിനെതിരെയായിരുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിന്റെ ആശങ്ക. VC-യെ ഉപരോധിച്ചത് ശരിയായില്ലെന്നും വിദ്യാർത്ഥികൾ പഠിക്കാനല്ല രാഷ്ട്രീയം കളിക്കാനാണ് വരുന്നതെന്നും റിജിജു അഭിപ്രായപ്പെട്ടു. മുൻപും JNU ക്യാമ്പസിൽ ഉയർന്നുവന്ന ആശയ സമരങ്ങളെ അടിച്ചമർത്തുകയും ഭരണകൂട രാഷ്ട്രീയ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അധികൃതരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഇത്തവണത്തെ സമരം പലതിനെയും തുറന്നു കാണിക്കുന്നുണ്ട്. സർവകലാശാല അധികൃതർക്ക് മുന്നിൽ വെച്ചുപോലും നജീബ് മർദ്ദിക്കപ്പെട്ടതും സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുമെന്ന സർവകലാശാല അധികൃതരുടെ തീരുമാനവും പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ പോലീസിനെ ഇറക്കിയതും സംഘപരിവാർ രാഷ്ട്രീയത്തെ അരുമയാക്കുന്ന ഉന്നതാധികാരികളുടെ ഒളി അജണ്ടയുടെ ഭാഗമായിരുന്നു. ഈ ക്യാമ്പസിൽ ഞങ്ങളൊരു ഗോരക്ഷകരുടെ എഫ്യൂജി ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ, കോലം കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് പ്രോക്ടോറിയൽ എൻക്വയറി നോട്ടീസ് ലഭിക്കുന്നു. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം സെക്യൂരിറ്റി വന്നിട്ട് വീഡിയോ റെക്കോർഡ് എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു വീഡിയോ റെക്കോർഡ് എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. 100ഓളം വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവിടെ കമ്മ്യൂണൽ ടെൻഷൻ, ഒരു കമ്മ്യൂണൽ വയലൻസ് മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി പോവുകയും അവർ അത്തരത്തിൽ ക്യാമ്പയിൻ ചെയ്യുക അവിടെ ചെയ്തിട്ടുണ്ട്. ABVPയുടെ RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കുകയും ഇത് അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കും. ഏതൊരു മുസ്ലിം പേരും ഇന്ന് തീവ്രവാദവുമായി ആർക്കും ചേർത്ത് പറയാം. ഇതിനെ ആരും ചോദ്യം ചെയ്യുകയുമില്ല. കാരണം മുസ്ലിം സമം തീവ്രവാദം എന്ന പ്രചാരണത്തിന് അത്രമേൽ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. നജീബിനെ കാണാതായതിനു ശേഷം JNUവിലും അത്തരം പ്രചാരണങ്ങളുണ്ടായി. സംഭവം നടന്ന് ദിവസങ്ങൾക്കകം ക്യാമ്പസ് ഹോസ്റ്റലുകളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളും എഴുത്തുകളും ഇത് വ്യക്തമാക്കുന്നതായിരുന്നു. മുസ്ലിംസ് ആർ ടെററിസ്റ്റ്, പാകിസ്ഥാൻ മുല്ലാസ്, ഗോ ബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഹോസ്റ്റലിലും വാഷ്റൂമുകളിലും തെളിഞ്ഞത്. രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന ദളിത് ന്യൂനപക്ഷ വിദ്വേഷം തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ മതനിരപേക്ഷതയും മതലിംഗ സമത്വവും എക്കാലത്തും ഉയർത്തിപ്പിടിച്ച ഭൗതിക കേന്ദ്രങ്ങളിലേക്ക് പടർത്താൻ ശ്രമിക്കുന്നത്. നജീബ് താമസിക്കുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്ത മഹി മാൻഡവി ഹോസ്റ്റലിൽ കാലങ്ങളായി മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെടാറുണ്ട്. അപ്പോഴെല്ലാം അത് ചെറിയ പ്രതിഷേധങ്ങളിലും പരാതികളിലും ഒതുങ്ങി. മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, പാകിസ്ഥാനി മുല്ലകൾ തിരിച്ചുപോവുക എന്നിങ്ങനെ എഴുതിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നതും വിവിധ പേരുകളിൽ അധിക്ഷേപിക്കപ്പെടുന്നതും മുസ്ലിം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരേൽക്കുന്ന പീഡനങ്ങളിൽ നിസ്സാരമാണ്. We noticed in the guest room of the hostel that on the table it was written Muslim are terrorist. We showed it to the guard, to the other residents of the hostel and so many other university personnel. It is also written in the washroom ki Pakistani mullahs abusive. It's abusive. I cannot say. It's really abusive. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾ ഭീതിയിലായിരിക്കും. ബലം എന്തായാലും രാത്രിയിൽ രാജ്യസ്നേഹ മുദ്രാവാക്യം വിളികളുമായി എത്തുന്നവർ ഹോസ്റ്റലിലെ മുസ്ലിം വിദ്യാർത്ഥികളെ ശാരീരികവും മാനസികവുമായി ആക്രമിക്കും. ഇത്തരത്തിൽ എല്ലാ തരത്തിലും അവനിലെ മുസ്ലിം സ്വത്വം അവന്റെ ജീവന് പോലും ഭീഷണിയായി മാറുന്ന അവസ്ഥയാണുള്ളത്.
JNU രാജ്യദ്രോഹ കേസിൽ മാധ്യമങ്ങൾ കഥമെനഞ്ഞത് ഉമർ ഖാലിദ് എന്ന മുസ്ലിം പേരുകാരനെ മുൻനിർത്തിയായിരുന്നു. ഉമറിനെ പാക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നുവരെ കഥമെനഞ്ഞു. നജീബിനെ കാണാതായി 6 ദിവസങ്ങൾക്ക് ശേഷമാണ് നേരത്തെ കഥമെനഞ്ഞ മാധ്യമങ്ങൾ ക്യാമ്പസിലെത്തിയത്. അതും VCയെ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ചപ്പോൾ. പിന്നീട് 24 മണിക്കൂറായി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത VCയുടെ കഥനകഥകൾ വാർത്തകളിൽ നിറഞ്ഞു. അധികാര കേന്ദ്രത്തിനെ ഒത്താശ ചെയ്യുന്ന കഥകളായിരുന്നു പതിവ് പോലെ കഥകൾ മെനഞ്ഞു ശീലമുള്ള ഈ മാധ്യമങ്ങൾ ചെയ്തത്. നജീബിന് പകരം കാണാതായത് ഒരു ABVP പ്രവർത്തകൻ ആയിരുന്നുവെങ്കിൽ മാധ്യമങ്ങളുടെയും സർവകലാശാലയുടെയും സമീപനം ഇതായിരിക്കില്ല എന്നുറപ്പ്. നജീബിനെ കാണാനില്ല എന്നതിൽ മൗനം പാലിച്ച സർവകലാശാല നജീബ് മർദ്ദിച്ചു എന്ന പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിന് സർവകലാശാല നൽകിയ വിശദീകരണം ആരെയും അത്ഭുതപ്പെടുത്തും. നജീബിനെ കാണാതായി എന്നതിനെ തെളിവില്ല എന്നായിരുന്നു അത്. മികവിന്റെ പേരിൽ എണ്ണപ്പെട്ട ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ നിലനിൽക്കുന്ന ഇത്തരം വിവേചനം മുസ്ലിം ന്യൂനപക്ഷ വിഷയമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. നജീബിന്റെ തിരോധാനത്തോടെ ഉയർന്നു വന്നിട്ടുള്ള ഈ സമരം സംഘപരിവാറിന്റെ വർഷങ്ങളായി ചീഞ്ഞുനാറിയ ഹിന്ദുത്വ ആശയങ്ങളോടുള്ള എതിർപ്പിനൊപ്പം തന്നെ സർവകലാശാലയിലെ ന്യൂനപക്ഷ വിവേചനമായി കൂടി ABVP ഇതര സംഘടനകൾ കണ്ടു എന്നുള്ളതാണ് ആശാവഹമായ കാര്യം. VCയെ ഘെരാവോ ചെയ്തും സർവകലാശാല പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചും തലസ്ഥാന നഗരിയിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥി സമരം ശക്തമായി തുടരവേ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടു എന്നതിന്റെ പേരിൽ ക്രൂരമായ വിവേചനമാണ് നജീബിന്റെ കുടുംബത്തിനെ ഏൽക്കേണ്ടി വന്നത്. തിരോധാനം സംബന്ധിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്തെന്ന ചോദ്യവുമായി സർവകലാശാല അധികൃതരെ സമീപിച്ചപ്പോൾ കഴിയില്ലെന്നായിരുന്നു ലഭിച്ച മറുപടി. മകനെ കാണാതായ ദിവസം തന്നെ ക്യാമ്പസിലെത്തിയ കുടുംബം നീതിക്കായി സമീപിക്കാത്ത വാതിലുകളില്ല. സംഭവം നടന്ന് ദിവസങ്ങൾക്കകം ഡൽഹിയിലെ ആശുപത്രികളിലെത്തി അജ്ഞാത മൃതദേഹങ്ങൾക്കിടയിൽ സഹോദരനെ തിരയേണ്ടി വരുന്ന ഒരു സഹോദരിയുടെ ദുഃഖം അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവർക്ക് തിരിച്ചറിയാനാകില്ല. डेड बॉडी मिली है, प्लीज आके चेक करिए. ये आपका भाई तो नहीं है? मैं वहां से रोती हुई निकली, ये और मेरा ये छोटा भाई दोनों देखने गए. ब्लैक टी शर्ट, ग्रे पैंट, और हम लोगों की जान आफत में. फोटो आप देख नहीं सकते, कीड़े पड़े हुए हैं, तेजाब है, बाल उड़े हुए हैं. देख कर आए कपड़ा हटा के, एक एक चीज कीड़े हाथ में लग रहे हैं. शुक्र है नहीं है. നജീബിനെ കണ്ടെത്തുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് പോലീസ് അവരുടെ ജോലി ചെയ്തെന്നു വരുത്തി. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തന്നെ സംഭവമുണ്ടായി അടുത്ത ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിഷയത്തിൽ റിപ്പോർട്ട് തേടി സർക്കാരിന്റെ മുഖമിനുക്കി. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും പ്രതിസന്ധി ഘട്ടത്തിലും രാജസ്നേഹം പടർത്തിവിട്ട് പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാറുള്ള പതിവ് ശ്രമം തന്നെയാണ് നജീബിന്റെ സംഭവത്തിലും സർക്കാർ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. അധികാര കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെയോ ദളിതന്റെയോ മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയോ ജീവിക്കാനുള്ള അവകാശമെന്നത് പരിഗണിക്കേണ്ട വിഷയമല്ലാതായിരിക്കുന്നു. Silence is not an option now. We have to जो स्ट्रगल है, जो पीपल्स स्ट्रगल है, जो सड़कों पे लगातार चल रहा है, उसको हमें ज्वाइन करना होगा. क्योंकि इसको हम एक माइनॉरिटी विच हंट, मुस्लिम विच हंट मान करके रिकॉग्नाइज करते हैं और इसे हम एक कम्युनल अटैक मानते हैं. इट इज़ बिकॉज दिस स्टूडेंट वॉज अ मुस्लिम, दैट इज़ वाई ही वॉज अटैक्ड. സർവകലാശാലകളിൽ മാത്രമല്ല രാജ്യത്താകമാനം തന്നെ എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് RSS BJP പോഷക സംഘടനകൾ വളർന്നതിനെ മോദി സർക്കാരിന്റെ ഭരണാരംഭം തൊട്ടേ പലവിധത്തിൽ രാജ്യം സാക്ഷിയായതാണ്. സർവകലാശാലകളിലേക്കുള്ള അനധികൃത കൈകടത്തലുകളിൽ നിന്നും ആരംഭിച്ച് കലാസൃഷ്ടികൾക്കുള്ള നിരോധനമായും ഭക്ഷണത്തിലും തൊഴിലിടങ്ങളിലുമുള്ള നിയന്ത്രണമായൊക്കെ അത് വളർന്നിരുന്നു. എന്നാൽ തക്ക സമയത്തെല്ലാം അനുയോജ്യമായ വിധത്തിൽ ഉയർന്നുവന്ന പ്രതിഷേധങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ മുളയിലെ കരിച്ചുകളയാൻ മാത്രം പ്രാപ്തിയുള്ളതായിരുന്നു.
രോഹിത് വെമുല വിഷയം, JNUവിലെ തന്നെ അഫ്സൽ ഗുരു അനുസ്മരണം, ജാമിയ മിലിയ സർവകലാശാല ഹോസ്റ്റൽ റെയ്ഡ് ഇതെല്ലാം ഭരണകൂട ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സൃഷ്ടികളായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം ഭരണകൂടത്തിന്റെയും കാവ്യരാഷ്ട്രീയത്തിന്റെയും സന്ദേശവാഹകരോ നടത്തിപ്പുകാരോ ആയ കാഴ്ചയാണ് നിലവിൽ കാണാനാകുന്നത്. It's very clear. I mean, why the university administration is not doing this? If you see the head of the institutes in different universities, whether it's Appa Rao in HCU or whether it's Jagdish Kumar in JNU, they've been sent to impose the RSS agenda in different universities. It's a clear pattern. We saw that in FTII as well. So for the university to actually stand in this case and take responsibility in this case, that means the university as a university is standing against the RSS. But the head of the institution is an RSS agent who's not doing that. So it's a very clear pattern where there is a nexus that is emerging between RSS, between vice chancellors, between head of institutes and the government of the day. But we want to tell our vice chancellor as well as the government of the day, if they think that this institutional impunity, we are going to tolerate this is a clear message that this march is sending out, and in the last 10 days all the marches that we have carried out is sending out that we are not going to tolerate this. Our fight from Rohit Vemula to justice for Najib continues and is going to rage on in the coming days. ABVP ആരോപിക്കുന്നത് പോലെ നജീബ് ഒളിച്ചോടിയെന്നത് വെറുമൊരു വാദത്തിനെ അംഗീകരിക്കുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലുണ്ടാകുന്ന തർക്കത്തിന്റെ പേരിൽ ഒളിച്ചോടേണ്ടി വരുന്നത്? അവന്റെ സ്വത്വത്തിന് അനുഭവിക്കേണ്ടി വരുന്ന അപരവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. തങ്ങൾക്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് ഓരോ മുസ്ലിമും ദളിതനും ഉറച്ചു വിശ്വസിക്കാൻ കൃത്യമായ കാരണങ്ങൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മുസ്ലിം വിരുദ്ധ നീക്കങ്ങളെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളുടെ ലംഘനമായി കാണുകയും ആ രീതിയിൽ പരിഹാര ശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമേ ഭാവിയിലെങ്കിലും ഇവ ആവർത്തിക്കില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. രോഹിത് വെമുലമാരും നജീബുമാരും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ പുരോഗമന മറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ജാതീയതയെയും വിദ്വേഷത്തെയും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കൂ.